ഗുഡ് മോർണിംഗ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവുമായിട്ടുള്ള നമുക്ക് പലപ്പോഴും കർത്താവിനെ ഭയം വരുന്നതും അല്ലെങ്കിൽ പലതും നമ്മൾ ചെയ്തു കൂട്ടുന്നതും സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്തെന്നാൽ നമുക്ക് കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പ് വന്നിട്ടില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ നോക്കിയാൽ മതി. പിതാവിൻ്റെ സ്വഭാവം നമുക്ക് പിടിയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ തെറ്റായ സങ്കല്പങ്ങൾ മുഴുവൻ മാറും. നമ്മളല്ലേ ഒന്നിൽ ചൈൽഡിലേക്ക് റിലേഷൻഷിപ്പ്. കർത്താവേ, ഞാൻ നിങ്ങളുടെ മകനാണ്, ഞാൻ ശിശുവാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു ശക്തിയുമില്ല, അങ്ങ് എന്നെ ശക്തിപ്പെടുത്തണം. അല്ലെങ്കിൽ ബ്രൈഡൽ റിലേഷൻഷിപ്പ്, ഞാൻ നിങ്ങളുടെ മണവാട്ടിയാണ്, അങ്ങ് എൻ്റെ മണവാളനാണ്. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ, നിങ്ങൾ എന്നിലും എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഡിറ്റ എന്നിലും ഞാൻ ഡിറ്റയിലും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്നൊരു സെപ്പറേഷൻ ഇല്ല. കാരണം ഫസ്റ്റ് പ്രയോറിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും. അതോ ഡിറ്റ ഓരോന്നിനും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. സെപ്പറേറ്റ് കണക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? സെപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ടോ? സെപ്പറേറ്റ് റൂമിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ വരുന്ന എപ്പോഴാണ്? ആ ബന്ധം മുറിയുമ്പോഴോ, അല്ലെങ്കിൽ വിള്ളലുണ്ടാകുമ്പോഴോ, അല്ലെങ്കിലോ എവരിത്തിങ് ഒന്നാണ്. അതിനേക്കാൾ കർത്താവ് എപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് പറയുമ്പോഴും മണവാളനും മണവാട്ടി എന്നാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് അത്രയും വലിയൊരു റിലേഷൻഷിപ്പാണ്. നമ്മൾ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ ചെയ്ത്, നമ്മൾ എഡിറ്റ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആ ഡ്യൂട്ടി എൻ്റെ നിർവഹിച്ചു എന്ന് പറഞ്ഞാലോ എനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മ നമുക്ക് തന്നിരിക്കുന്നത് കർത്താവുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് വരാനായിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ ഭയപ്പെടുന്നത്, അടിമത്തത്തിൽ കിടക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവെ അങ്ങേ കൂടാതെ എനിക്കൊന്നും പറ്റത്തില്ല. വചനം പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവെ ആ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങയുടെ നിറവ്, അങ്ങയുടെ അഭിഷേകം എനിക്ക് ലഭിച്ചിട്ടില്ല, എനിക്ക് വേണം, അങ്ങയുടെ സഹായം കൂടിയേ തീരൂ. അതാണ് ആത്മാവിനുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യം ഞാൻ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനെ ഇല്ലെങ്കിൽ ഞാൻ വെറും ദരിദ്രനാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. സോ ഹെൽപ്പ് മീ, ഫിൽ മീ, അനോയിന്റ് മീ. ഞാനൊരു വചനം കൂടെ വായിക്കാം. നമ്മൾ നേരത്തെ വായിച്ചത് 1 യോഹന്നാൻ 4:17 അല്ല, അതിൻ്റെ 16 വായിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ വരണം കേട്ടോ. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ജീസസ് ക്രൈസ്റ്റ് ഇൻ അസ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും എന്ന് പറഞ്ഞാൽ രണ്ടല്ല, പിന്നെ ഒന്നാണ്. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ആരുടെ സ്നേഹമാണ്? ദൈവത്തിൽ. വിധി ദിനത്തിൽ, അന്തിമ വിധി ദിനത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നാം യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് നീതിയുടെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ. കാരണം ദൈവം നമ്മളെ നീതീകരിച്ചു, നമ്മുടെ ഗുണം കൊണ്ടല്ലത്, ദൈവം നമ്മളെ നീതീകരിച്ചു, യേശുക്രിസ്തുവിനെ പോലെ ആക്കി. 0 sin. 2, ഈ ലോകത്ത് തന്നെ യേശുവിനെ പോലെ ആക്കുന്നവന് യേശുവിനെ പോലെ നമ്മളും മക്കളായി, പുത്രനായി. 2 കാര്യങ്ങളോടെ കിടക്കണം. ഒന്ന് നീതീകരണം, 2 ആ പുത്രൻ എന്നുള്ള ആ പദവി. ഈ ലോകത്തിൽ തന്നെ ഞാൻ പുത്രൻ. പിതാവ് ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ രക്ഷാകരമായ പരിപാടി മുഴുവൻ ചെയ്ത് ഈ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് പിശാചി നമ്മളെ തട്ടിക്കൊണ്ടുപോയി ആ നശിപ്പിച്ച് കളയാതെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് എൻ്റെ കൂടെ പാർക്കാൻ ആ നിത്യതയിലേക്ക് അവർ വരണം. ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സൗഭാഗ്യത്തിലേക്ക്. നമുക്ക് ഇമാജിനബിൾ അല്ല കേട്ടോ, എന്താ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മളവിടെ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തില്ല പിതാവ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെന്തോ ഇത് വലിയൊരു ഭാരമാണ്, പിതാവ് നമ്മളെ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ പിതാവ് എന്തോ ഒരു സാഡിസ്റ്റ്, എന്തെങ്കിലും ചെറിയ കുറ്റം കണ്ടാൽ മതി. എവിടെയും ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്, ഓർത്തോണം, നമ്മളിൽ എന്തോ മാറാനുണ്ട്. എന്തിനാ? നമ്മൾ ആ നിത്യതയിൽ എത്തിക്കണം, അതിനതും ആവശ്യം, അത് മാറേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്. അന്നേരം അവിടെ നിന്ന് റിബല്യസ് ആകുകയല്ലേ ചെയ്യുന്നത്. അല്ല എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല അതുകൊണ്ട് കളഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. ഒന്ന് നീതിയുടെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, പുത്രത്വത്തിൻ്റെ കാര്യത്തിൽ, സൺഷിപ്പ്. വി ആർ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതാ റിലേഷൻഷിപ്പ്. അപ്പനും മകനും
ജീസസ് ക്രൈസ്റ്റിൻ്റെ മൂത്ത ബ്രദർ, ഞാൻ ഇളയ സഹോദരൻ. ഓക്കെ, എന്നിട്ട് പറയാം, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. കർത്താവുമായിട്ട് റൈറ്റ് റിലേഷൻഷിപ്പാണെന്ന് നമുക്കറിയാം. ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പിതാവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നവരോ തന്നെ ഇവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തർ. ആ സ്നേഹം തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഭയം വരുന്നത്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഭയം കിടപ്പുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല. ചിലപ്പോൾ 60% വന്നിട്ടുള്ളതായിരിക്കും, 70 ഉള്ളതായിരിക്കും, 30% പിന്നെയും ഭയം കിടക്കുക. പരിശുദ്ധാത്മാവ് പറയാം, പരിശുദ്ധാത്മാവ് റിലേഷൻഷിപ്പിലോട്ട് എന്നെ കൊണ്ടുപോകാം. 100% ആ പിതാവും പുത്രനും ആ സ്നേഹം, മണവാളനും മണവാട്ടിയും ഇപ്പോഴും എന്നെ പേടിക്കുകയാണെങ്കിലും ഇത്രയും വർഷവും ആദ്യ സമയത്തൊക്കെ പേടിയുണ്ട്. ഓരോ വർഷം കഴിയുന്നവരും അത് മാറി വരും. ഇപ്പോൾ തിരിച്ചായതെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. എനിക്ക് വേണ്ടി ഇറ്റായ പേടിയായതെന്നൊരു സംശയം ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ ഭയന്നില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഇപ്പോഴും കർത്താവിനെ ശിക്ഷിക്കുകയോ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് ഇപ്പോഴും പിടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. സ്വന്തം പുത്രനെ പോലും ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് പിതാവിന് ഇനി ഒന്നും ചെയ്യാനില്ല. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സ്വന്തം പുത്രനായി യേശുക്രിസ്തുവിനെ പോലും സ്പെയർ ചെയ്യാൻ നമുക്ക് വേണ്ടി തന്നവൻ അതോടൊപ്പം സകലം തരാതിരിക്കുമോ? നമുക്കോ? ദൈവശിക്ഷയാണ്, അഗ്നിയാണ്, ദൈവിക്കുന്ന അഗ്നിയാണ്. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവിടുത്തെ സ്നേഹിക്കുന്നു. ഓർത്തോണം, നമ്മളങ്ങോട്ട് സ്നേഹിച്ചോണ്ടല്ല ദൈവത്തിനുള്ള സ്നേഹിച്ചത്. നമ്മളെ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുത്രനെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അയച്ചത്. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് അതിൻ്റെ റെസ്പോൺസാണ് നമ്മുടെ സ്നേഹം. അല്ല, നമ്മുടെ പ്രൊഫഷണലല്ല. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്.